ഈ മാർപ്പാപ്പയെ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങിന് വലിയ കൗതുകങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഈ ചാപ്പലിനുള്ളിൽ നിന്ന് വരുന്ന വെളുത്ത പുകയും കറുത്ത പുകയും ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. മുൻപ് അങ്ങനെയുള്ള വാർത്തകൾ വന്നതൊക്കെ. എങ്ങനെയായിരിക്കും അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുക? അത് എത്രത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്? നമുക്കൊരു പക്ഷേ ഒരു 4 മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ പോപ്പ് ഫ്രാൻസിസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളത്. വത്തിക്കാൻ രാവിലെ 8 മണിയോടുകൂടിയാണ് ഇത് അറിയിക്കുക. അപ്പോൾ തന്നെ ആയിരിക്കും ഇനി പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങുകളായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺക്ലേവ് ഏത് തരത്തിലായിരിക്കും, പാപ്പൽ കോൺക്ലേവ് എപ്പോഴായിരിക്കും എന്നുള്ളതിൻ്റെ ഡേറ്റുകളും തീയതികളും ഇതിനോടൊപ്പമാണ് വരിക. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഇതിനു മുൻപ് പാപ്പയെ തീരുമാനിച്ച ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ച് എടുത്തതാണ് ഈ ചടങ്ങുകളുടെ നടപടിക്രമങ്ങളൊക്കെ. 138 കർദിനാൾമാർ രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. 80 വയസ്സിന് മുകളിലാകാൻ പാടില്ല. ഇതൊരു 15 തൊട്ട് 20 ദിവസങ്ങൾ വരെ നീളും. അതായത് 15 തൊട്ടാണ്. 2/3 ഭൂരിപക്ഷം വേണം. ഈ 138 കർദിനാൾമാരിൽ 2/3 ഭൂരിപക്ഷമുള്ള ആൾക്കാണ് പുതിയ പോപ്പാകാൻ കഴിയുക. ഈ പരിധി എത്തുന്നത് വരെ ഈ വോട്ടെടുപ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കും. അതാണ് 20 ദിവസം പോലും കടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ഇത് ഓരോ റൗണ്ട് വോട്ടെടുപ്പ് കഴിയുമ്പോൾ ബാലറ്റുകൾ കത്തിച്ചു കളയും. ഇത് കത്തിക്കുമ്പോൾ കറുപ്പോ വെളുപ്പോ ആയിട്ടുള്ള പുകയാണ് വരുന്നത്. കറുത്ത പുകയാണ് വരുന്നതെങ്കിൽ തീരുമാനമായിട്ടില്ല. അതേസമയം വെളുത്ത പുകയാണെങ്കിൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കാം. ആ തരത്തിലാണ് ഇതിൻ്റെ നടപടി ക്രമം. പോപ്പിനെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ കർദിനാളിൽ ഏറ്റവും മുതിർന്ന ആൾ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ഈ പേര് പ്രഖ്യാപിക്കും. സാധാരണ രീതിയിൽ പോപ്പ് മരിച്ച് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് പാപ്പൽ കോൺക്ലേവ് നടക്കുക. 2013 ബെനഡിക്ട് 16 രാജിവെച്ച് ഒരു 12 ദിവസത്തിന് ശേഷമാണ് കോൺക്ലേവ് തുടങ്ങിയതുകൊണ്ട് ഈ കർദിനാൾമാർ തമ്മിൽ ഏകദേശം ഒരു തീരുമാനമുണ്ടെങ്കിൽ വലിയ മത്സരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ലെങ്കിൽ പോപ്പിനെ പെട്ടെന്ന് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ആഴ്ചകൾ ഇതിനായിട്ട് എടുക്കും. ഓരോ ദിവസവും കോൺക്ലേവ്, അതായത് 20 ദിവസമാണ് കോൺക്ലേവ് നടക്കുന്നതെങ്കിൽ ഓരോ ദിവസവും ഒരു 4 റൗണ്ട് വോട്ടെടുപ്പ് വരെ നടക്കും. 33 റൗണ്ടുകൾ വരെ നടക്കാം. അതിലും തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ ഇനി അവസാന റൗണ്ടിലെത്തുന്ന 2 പേര് തമ്മിൽ ഒരു മത്സരം നടക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ 20 ദിവസം പോലും കടന്നു പോകാനുള്ള സാധ്യത. 1271 ഗ്രിഗറി 10 മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത പാപ്പൽ കോൺക്ലേവ് നടന്നു. പക്ഷേ വലിയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ആരാകണം അടുത്ത മാർപ്പാപ്പ എന്നത് സംബന്ധിച്ച് ഉയർന്നു വന്നുകൊണ്ട് 3 വർഷത്തോളമാണ് ആ കാലഘട്ടത്തിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി എടുത്തത്. അതുകൊണ്ട് ഇത് നീണ്ടുപോകാനുള്ള സാധ്യത ആ തരത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4 പേരുകൾ, പ്രധാനപ്പെട്ട 4 പേരുകളിൽ ഒരാളൊഴികെ ബാക്കി 3 പേരും ഇപ്പോൾ വത്തിക്കാൻ തുടരുന്ന നിലപാട്, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ച അതേ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് നേരത്തെ പറഞ്ഞതുപോലെ ഹംഗറിയുടെ പീറ്റർ എർഡോയുടെ പേര് മാത്രമാണ്. ഇറ്റലിയിൽ നിന്നുള്ള പിന്നെയും കർദിനാൾമാരുടെ പേരെല്ലാം ഉണ്ട്. പോർച്ചുഗലിലെ കർദിനാളുടെ പേരുണ്ട്, മാൾട്ടയിലെ കർദിനാളുടെ പേരുണ്ട്, ഗിനിയയിൽ നിന്നുള്ള ഒരു പക്ഷേ പാരലൽ അതോറിറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ പോപ്പ് ഫ്രാൻസിസിൻ്റെ ഒരു വത്തിക്കാൻ്റെ നിരീക്ഷകനായിട്ടൊക്കെയുള്ള റോബർട്ട് സാറായുണ്ട്. അങ്ങനെ ഒരു പക്ഷേ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ സ്വയം ഒരു പോപ്പിൻ്റെ ആരാണ് പോപ്പ് എന്ന് തീരുമാനിക്കുന്നതിലൂടെ പോലും വത്തിക്കാൻ ഒരു പക്ഷേ ഒരു പുതിയ മാറ്റത്തിലേക്ക് കടക്കും. അങ്ങനെ പോലും പറയുന്ന ഒരു ശരി. നമുക്ക് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ അത്തരം ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ.